ഹായ് അസ്സലാമു അലൈക്കും. കിച്ചൺ പലാസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വാം വെൽക്കം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഫേമസ് ഫ്രൈഡ് ഐസ്ക്രീം അഥവാ പൊരിച്ച ഐസ്ക്രീം ആണ്. അപ്പോൾ ചൈനക്കാരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നല്ല ക്ലിക്കായ ഒരു ഐറ്റമാണിത്. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. പിന്നെ 2.25 കപ്പ് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും. ആദ്യം തന്നെ നമുക്ക് ഈ കോൺഫ്ലെക്സ് ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം നമ്മൾ പകുതി എടുത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിക്കണം. ബാക്കി പകുതി നമുക്ക് കുറച്ച് തരിയോട് കൂടിയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇതാ കണ്ടോ, ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് കുറച്ചൊരു തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇത് കണ്ടോ, നമ്മളിപ്പോൾ പൊടിച്ചെടുത്തത് കുറച്ച് തരിയോട് കൂടി തന്നെയാണ്. ആദ്യത്തേത് നല്ല ഫൈനായിട്ടും ഉണ്ട്. ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ളൊരു കയ്യിൽ അഥവാ തവി എടുത്തിട്ടാണ് നമ്മൾ ഐസ്ക്രീം എടുക്കുന്നത്. കാരണം ഇതാവുമ്പോൾ അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ള അത്രയും ഉണ്ടാവും. നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് വെച്ചിട്ട് എടുക്കുമ്പോൾ ചെറിയ ബോളേ നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഉരുട്ടി ഒരു ബോളാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ ഈ കോൺഫ്ലെക്സ് ക്രംസിൽ വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. മൊത്തത്തിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗത്തും ഐസ്ക്രീം കാണാത്ത വിധത്തിൽ തന്നെ നമ്മൾ ആക്കി കൊടുക്കണം. ഇതിനി നമുക്കൊരു ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. വാനില ഐസ്ക്രീം എടുക്കുന്നതിനെക്കാട്ടിലും വല്ല നട്ട്സുള്ള ഐസ്ക്രീമൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ബാസ്കിൻ റോബിന് പോലെയുള്ള ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ പൊളിക്കും. നല്ല ഫ്രീസായിട്ടുള്ള ഐസ്ക്രീം തന്നെ വേണം കേട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ ഇത് ബോളാക്കാൻ കഴിയൂല. ഇപ്പോൾ നമ്മളിവിടെ 6 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഫ്രീസറിലേക്ക് വെക്കണം, അല്ലെങ്കിൽ ഇത് ഉരുകിപ്പോവും. എന്നിട്ട് നമുക്ക് 1 മണിക്കൂറിന് ശേഷം എടുക്കാം. നമ്മളിവിടെ 1 ലിറ്ററിൻ്റെ ഐസ്ക്രീം ആയിരുന്നു എടുത്തിരുന്നത്. ഇനിയിപ്പോൾ ഇതിലൊരു 4 കൂടി ഉണ്ടാക്കാനുള്ളത് ബാക്കിയുണ്ട്. നമ്മൾ ഏകദേശം ഒരു 600 ഗ്രാം ഐസ്ക്രീം എടുത്ത് കാണും. അപ്പോൾ നിങ്ങൾ 1 ലിറ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ഒരു 10 എന്തായാലും കിട്ടും. ഇപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കിയിട്ട് ഒരു കോട്ടിങ് കൂടി ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ മുട്ടയിൽ ഇത് മുക്കിയിട്ട് വീണ്ടും കോൺഫ്ലെക്സിൽ ഒന്നുകൂടി കോട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ വീണ്ടും കോട്ടിങ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 2.25 കപ്പ് കോൺഫ്ലെക്സ് എടുത്തു കേട്ടോ. മാക്സിമം ഇതിൽ ഐസ്ക്രീം പുറത്ത് കാണാത്ത വിധത്തിൽ തന്നെ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഐസ്ക്രീം പുറത്ത് വന്നാൽ നമ്മുടെ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കും. നമ്മളിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ കൂടി ഫ്രീസറിൽ വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ നല്ല ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ നല്ല ഹാർഡാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യാണ്. നമ്മളിത് വെറും 30-40 സെക്കൻഡ്സ് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇത് ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുകയും ചെയ്യും. മാത്രമല്ല അതിൽ കൂടുതൽ സമയം വെച്ചാൽ ഇത് പൊട്ടാൻ തുടങ്ങും, ഐസ്ക്രീം പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഇനി അഥവാ ഇത് പൊട്ടി തുടങ്ങിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് കോരിക്കൊള്ളണം. അല്ലെങ്കിൽ ഇതാകെ പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറി മറിയും. കണ്ടോ, ലൈറ്റ് ബ്രൗൺ കളറായി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോരിയെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ 2 ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് സിറപ്പും റെഡ് സിറപ്പും ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ചോക്ലേറ്റ് സിറപ്പും റെഡ് സിറപ്പും ഹോം മെയ്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഡെക്കറേഷൻസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളത് ചെയ്യാതെ അവനവൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. നമ്മുടെ ക്യാമറാമാൻ ഇത് കണ്ടപ്പോൾ ഇപ്പം തന്നെ കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ വേറൊരെണ്ണം ഫ്രൈ ചെയ്യാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതിൻ്റെ അകത്തുള്ളതൊക്കെ ആകെ മെൽറ്റായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ ഫ്രീസറിന് പുറത്തെടുക്കാനും പാടുള്ളൂ, ഫ്രൈ ചെയ്യാനും പാടുള്ളൂ കേട്ടോ. ഞാനിനി നമ്മുടെ ക്യാമറാമാന് ഫ്രൈ ചെയ്തെടുത്തത് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരികയാണ്. ഇത് കണ്ടോ, അതിൻ്റെ അകത്ത് നല്ല ഫ്രീസായിട്ട് ഐസ്ക്രീം കിടക്കുന്നു. ഇത് പുറത്ത് നല്ല ഹോട്ട് ക്രിസ്പി ആൻഡ് ക്രഞ്ചി, അകത്ത് നല്ല തണുപ്പും. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഇത് എല്ലാ ഐസ്ക്രീം ഷോപ്പിലും അവൈലബിൾ അല്ല. ഇനി അവൈലബിൾ ആയിട്ടുള്ള ഷോപ്സിലാണെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവും ആണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ബ്രെഡ് ക്രംസ് വെച്ചിട്ടും നമുക്ക് കോട്ടിങ് കൊടുക്കാം കേട്ടോ. പക്ഷേ ഈ കോൺഫ്ലെക്സ് തന്നെയാണ് ഇതിന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.